ചെയ്ത് അതൊക്കെ ഒരു അത് ചലഞ്ചായി. പിന്നെ വേറെ ഒന്നുണ്ട്, ഒരു അമ്മൻ ദേവിയുടെ പേര് വരുന്ന ഒരു പാട്ട്, കോലവിനിയമ്മ രാജകാളിയമ്മ പാളയത്തായമ്മ ബംഗാരുമായമ്മ ഇങ്ങനെ പോവും. ഒരു ശ്വാസം എടുക്കാൻ സ്ഥലമില്ല. ഒരു ശ്വാസം ഞാൻ ഇങ്ങനെ എടുത്താൽ ഒരു അമ്മ പോവും, ഒരു അപ്പൊ അത് അങ്ങനെ എടുക്കാൻ പറ്റില്ല. അപ്പൊ അന്ന് ഇതുപോലെ ഈ പറഞ്ഞ മാതിരി അന്ന് ടെക്നോളജി ഇത്രയും അധികം വളർന്നിട്ടില്ല. ഇന്നത്തെ പോലെ ഒരു വാക്കിന്റെ മേല് പഞ്ച് ചെയ്ത് ഒട്ടിക്കുക അന്ന് പോസിബിൾ. ആ സമയത്ത് ഒരു സൗണ്ട് എഞ്ചിനീയർ, ഒരു സുധാകർ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ സഹായം ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് ആ പാട്ട് പാടി തീർക്കാൻ പറ്റില്ല. അപ്പൊ അത് തുടങ്ങുന്നതിന് മുമ്പ് നല്ലോണം ശ്വാസം വലിച്ചെടുത്തിട്ട് ഞാൻ പറ്റുന്നവരെ വരെ കൊണ്ടുപോകും. അത് കഴിഞ്ഞ് അവിടെ ആ ഇടയ്ക്ക് ഒരിടത്ത് ആ പുള്ളി ദൈവത്തിന് വേണ്ടി കണ്ടുപിടിക്കാൻ പറ്റാത്ത വിധത്തിൽ പഞ്ച് ചെയ്ത് തന്നു. അങ്ങനെയാണ് പിന്നെ ബാക്കിയുള്ള പോർഷൻസ് പാടിയത്. അപ്പൊ അങ്ങനെ അപ്പൊ അത് എന്റെ ക്രെഡിറ്റ് അല്ല, അദ്ദേഹത്തിന്റെ ക്രെഡിറ്റ് രണ്ടുപേർക്കും അദ്ദേഹത്തിനും കൂടെ കൊടുക്കേണ്ടി വരും. അങ്ങനെയൊക്കെ ഉള്ള അതൊക്കെ ഒരു ചാലഞ്ചായിട്ട് ഡെഫിനറ്റ് ആയിട്ട് പറയാം. പിന്നെ ഈ പറഞ്ഞ മാതിരി അറിയാത്ത ലാംഗ്വേജസ്